എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് റവല്യൂഷനാണ് പഠിക്കാൻ പോകുന്നത്. കൃത്യമായ ഒരു ഘടനയോടുകൂടി വളരെ ആഴത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ഇംഗ്ലീഷ് റവല്യൂഷൻ മനസ്സിലാക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് റവല്യൂഷൻ എന്നല്ല, ഏതൊരു റവല്യൂഷനും നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായൊരു ഘടന ഉണ്ടായിരിക്കുന്നതാണ് അത് നമുക്ക് ഉപയോഗപ്രദമായി പഠിക്കാൻ സഹായകമാകുന്നത്. അതായത് ഘടന എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് റവല്യൂഷൻ്റെ കാരണം, റവല്യൂഷൻ്റെ പശ്ചാത്തലം, റവല്യൂഷൻ്റെ കോഴ്സ്, അതായത് റവല്യൂഷൻ്റെ ഗതി, എന്ത്, എപ്പോൾ, എങ്ങനെയൊക്കെ നടന്നു എന്നുള്ളത്, ശേഷം അതിൻ്റെ പരിണതഫലം അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ്, പിന്നീട് ഒരു കൺക്ലൂഷൻ. ഇങ്ങനെ ഒരു ചിട്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഘടന നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നന്നായി ഓർത്ത് വയ്ക്കാനും എക്സാമിന് അപ്ലൈ ചെയ്യാനും സഹായകരമാകും. ഇത് ഏതൊരു റവല്യൂഷൻ പഠിക്കുമ്പോഴും ഇങ്ങനെ പഠിക്കുന്നത് നമുക്ക് ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി എളുപ്പമാക്കി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇംഗ്ലീഷ് റവല്യൂഷനിലേക്ക് പോകാം. ഇംഗ്ലീഷ് റവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത് 1688 ഗ്രേറ്റ് റവല്യൂഷനെയും അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം, അതുമല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റവല്യൂഷൻ, അതിൻ്റെ ഇംഗ്ലീഷും കൂടി ചേർത്താണ് അങ്ങനെ പറഞ്ഞത്, ആ ഒരു വിപ്ലവത്തെയും 1642 മുതൽ 1651 വരെയുള്ള ഇംഗ്ലീഷ് സിവിൽ വാറിനെയും കൂടി ചേർത്താണ്, ഇവ രണ്ടിനെയും ചേർത്താണ്, ബ്ലഡ്ലെസ് റവല്യൂഷനെയും ഈ പറഞ്ഞ ഇംഗ്ലീഷ് സിവിൽ വാറിനെയും കൂടി ചേർത്താണ് നമ്മൾ ഇംഗ്ലീഷ് റവല്യൂഷൻ എന്ന് പൊതുവെ പറയുന്നത്. ഇംഗ്ലീഷ് റവല്യൂഷൻ്റെ കാരണങ്ങളിലേക്ക് പോകാം, സിവിൽ വാറിൻ്റെയും മറ്റും കാരണങ്ങളിലേക്ക്. ഒന്ന്, ഡിവൈൻ റൈറ്റ് ഓഫ് കിൻഷിപ്പ് എന്നുള്ളതാണ്. അതായത് മധ്യകാല യൂറോപ്പ് എല്ലാത്തിലും ദൈവദത്തമായിട്ടുള്ള ഒരു മാനമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. രാജാധികാരം ദൈവദത്തമാണെന്ന് അവർ വിശ്വസിച്ചു. രാജാവാണ് പരമാധികാരി, ബാക്കിയുള്ളവർക്കൊന്നും തന്നെ പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവിടെ ജ്ഞാനോദയവും മറ്റും അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റും മറ്റും ഉദയം കൊണ്ട സമയത്ത് ഈ ഒരു അധികാരത്തെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ അവിടെ പാർലമെൻറ്റും രാജാവും തമ്മിൽ തർക്കത്തിലേക്ക്, അത് രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള തർക്കത്തിന് വഴിതെളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇംഗ്ലീഷ് സിവിൽ വാറിലേക്ക് നയിച്ച ഒരു കാരണമാണ്. അതായത് നമ്മൾ എൻലൈറ്റൻമെൻറ്റും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഡിവൈൻ റൈറ്റ് ഓഫ് കിൻഷിപ്പും പറഞ്ഞു. മറ്റൊന്നാണ് എമർജൻസ് ഓഫ് വെൽത്തി മെർച്ചൻറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. സമ്പന്നരായിട്ടുള്ള മെർച്ചൻറ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ പണം ധാരാളമുണ്ട്, പക്ഷേ അവർക്ക് എന്തില്ല, രാഷ്ട്രീയ അധികാരമില്ല. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ വന്ന പല രാജാക്കന്മാരും ധൂർത്തായിട്ടുള്ള ഭരണങ്ങൾ നടത്തുകയും ഹെവി ടാക്സേഷൻസ് ഇമ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെർച്ചൻസിൻ്റെ മുകളിലും ഇത്തരത്തിലുള്ള ഒരുപാട് ടാക്സുകൾ കൊണ്ടുവന്നു. ഇത് മെർച്ചൻസും രാജാക്കന്മാരും തമ്മിലുള്ള ചെറിയ ക്ലാഷിലേക്ക് നയിച്ചു. ഇതും ഇംഗ്ലീഷ് റവല്യൂഷന് കാരണമായി. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ബ്രേക്ക് ഡൗൺ ഓഫ് ട്രഡീഷണൽ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പരമ്പരാഗത ഘടനയിലുണ്ടായ തകർച്ച. എന്താണ് പരമ്പരാഗത ഘടനയിലുണ്ടായ തകർച്ച? എല്ലാം ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാർലമെൻറ്റിന് അധികാരം വേണം എന്നും പാർലമെൻറ്റേറിയൻ രീതിയിലുള്ള ഭരണം വരണമെന്നുമുള്ള അവകാശങ്ങൾ വന്നപ്പോൾ അതുവരെ രാജാധികാരം മാത്രം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മൊണാർക്കിക്കൽ അബ്സല്യൂട്ട് മൊണാർക്കി നിലനിന്നിരുന്ന ഘടനയ്ക്ക് തകർച്ച സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമ്മൾ കോഴ്സ് പറയുന്ന സമയത്ത് പഠിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലമാണ് നോക്കുന്നത്. പശ്ചാത്തലമെന്ന് പറയുമ്പോൾ നമുക്കിവിടെ രാജവംശങ്ങളെയാണ് പരിചയപ്പെടാനുള്ളത്. ഇംഗ്ലീഷ് സിവിൽ വാറിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് നമ്മൾ പ്ലാന്റജൻ ഡൈനാസ്റ്റി മുതൽ പഠിച്ചു തുടങ്ങേണ്ടത് ആവശ്യമാണ്. ഇതിൽ പ്ലാന്റജൻ റൂളർ അല്ലെങ്കിൽ പ്ലാന്റജൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അവരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്ന റൂളിംഗ് പീരീഡ് 1154 മുതൽ 1485 വരെയാണ്. ഒരു ഏകദേശ ധാരണ മാത്രം ഉണ്ടായാൽ മതി. മാത്രമല്ല ചാൾസ് പിമ്മിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. ഇത് ഇവരെ ട്രിഗർ ചെയ്യുന്നു, പാർലമെന്റേറിയൻസിനെ ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പിന്നീട് പരസ്പരമുള്ള തർക്കങ്ങളിലേക്ക് പോവുകയും സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. കിങ് ജോൺ എന്ന് പറയുന്നത് അൺപോപ്പുലർ കിങ്. ഇദ്ദേഹത്തെ SSC പോലെയുള്ള പരീക്ഷയിലും PSCയുടെ ചില മെറ്റീരിയലിലും കിങ് ജോൺ സെക്കൻഡ് എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിൽ കിങ് ജോൺ സെക്കൻഡ് എന്ന് പറയുന്നത് ഫ്രാൻസിലെ രാജാവാണ്. കിങ് ജോൺ സെക്കൻഡ് എന്നില്ല, കിങ് ജോൺ എന്ന് മാത്രമാണ്. ഇനിയും ഓപ്ഷനുകൾ സാഹചര്യവശാൽ എങ്ങനെയാണ് എന്നുള്ളത് അടിസ്ഥാനമാക്കി വേണം നമ്മൾ ഉത്തരം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കിങ് ജോൺ ആണ് മാഗ്ന കാർട്ടയിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് മാഗ്ന കാർട്ടയിൽ ഇദ്ദേഹത്തിന് സൈൻ ചെയ്യേണ്ടത് വന്നത്? മാഗ്ന കാർട്ട എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം കിങ് ജോണിനെ കുറിച്ച് പറയാം. കിങ് ജോണിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം ഇല്ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക, ഹെവി ടാക്സേഷൻസ് കൊണ്ടുവരിക, അതുപോലെ തന്നെ ധൂർത്തായിട്ടുള്ള ജീവിതം നയിക്കുക, ഇതൊക്കെയായിരുന്നു. മാത്രമല്ല കിങ് ജോണിൻ്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഫ്രാൻസിൻ്റെ കുറച്ച് ഭൂമി നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നീട് ഹെവി ടാക്സേഷൻസ് കൊണ്ടുവരുന്നു, പണത്തിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഡിമാൻഡ് വരുന്നു. ഇദ്ദേഹത്തിൻ്റെ സമയത്ത് പണം കൂടുതൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നയങ്ങൾക്കെതിരെ ഇവിടെ ഉണ്ടായിരുന്ന ബാരൻസ് എന്ന ഒരു വിഭാഗം, ബാരൻസ് അതായത് പ്രഭുക്കന്മാരാണ് ബാരൻ എന്ന് പറയുന്നത്. അവർ കിങ് ജോണിനെതിരെ അല്ലെങ്കിൽ കിങ് ജോണിൻ്റെ ഭരണത്തിൽ അസംതൃപ്തരായിരുന്നു. അപ്പോൾ അവരാണ് മാഗ്ന കാർട്ട തുടങ്ങി വെക്കുന്നത്. മാഗ്ന കാർട്ട എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മഹത്തായ ഉടമ്പടി എന്നാണ്. മാഗ്ന കാർട്ട ഒരു ലാറ്റിൻ വാക്കാണ്. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജൂൺ 15 ഇനി ഒപ്പുവെച്ചത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിങ് ജോണ് റണ്ണിമീഡ് മൈതാനത്ത് വെച്ചാണ് ഇത് ഒപ്പുവെക്കുന്നത്. ഈ ഒരു സമയത്തെ പോപ്പായിട്ടുണ്ടായിരുന്നത് ഇന്നസെൻ്റ് തേർഡാണ്. ഈ സമയത്തെ പോപ്പ് ഇന്നസെൻ്റ് തേർഡാണെന്ന് ഓർത്തിരിക്കുക. ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി ഉപയോഗിക്കുകയും ചെയ്തു. അതായത് ഹേബിയസ് കോർപ്പസ് എന്ന പദം ഇവിടെ ഉപയോഗിച്ചു എന്നല്ല, ആർബിട്രറി അറസ്റ്റ് ഉണ്ടാകരുത്, അന്യായമായിട്ടുള്ള തടങ്കലിൽ വെക്കലോ കാര്യകാരണങ്ങളില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ പാടില്ല എന്നുള്ളൊരു കാര്യം ഈ മാഗ്ന കാർട്ടയിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി ഉപയോഗിച്ചു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതേ മാഗ്ന കാർട്ടയിൽ നമ്മൾ പറഞ്ഞു കിങ് ജോണ് ധനകാര്യം ഒന്നും കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാഗ്ന കാർട്ടയിൽ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ ധനകാര്യം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പാർലമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആയിരിക്കണം എന്നുള്ളത്. അത് അങ്ങനെ അത്തരത്തിൽ ഉള്ളൊരു അവകാശം, കാര്യം അതായത് ധനകാര്യ നിയന്ത്രണം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാകണമെന്ന് ആദ്യമായി പരാമർശിക്കുന്നത് മാഗ്ന കാർട്ടയിലാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനിയും ഇതിനൊക്കെ പുറമെ മാഗ്ന കാർട്ടയിൽ വിഡോകളുടെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ല, അതായത് ഒരു വിധവയായിട്ടുള്ള ഒരാൾക്ക് റീമാരേജ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ചോയ്സ് ആണെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു, മാഗ്ന കാർട്ട തുടങ്ങി വെക്കുന്നത് ബാരൻസ് അല്ലെങ്കിൽ പ്രഭുക്കന്മാർ ആണ്. ഇവർക്ക് കിങ് ജോണിനോടുള്ള എതിർപ്പാണ് ഇതിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള റൈറ്റ് ടു റിബൽ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. റൈറ്റ് ടു റിബൽ എന്ന് പറയുന്ന കാര്യം ഈ മാഗ്ന കാർട്ടയിൽ പറഞ്ഞു. അതായത് ഈ മാഗ്ന കാർട്ടയിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യം രാജാവ് പാലിച്ചിട്ടില്ലെങ്കിലോ രാജാവിൻ്റെ ഭരണം തൃപ്തികരമല്ലെന്നുണ്ടെങ്കിലോ ബാരൻസിന് രാജാവിനെതിരെ വിപ്ലവം നയിക്കാം, റിബല്യൻ നടത്താം എന്നുള്ളൊരു കാര്യം ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ ഒരു മാഗ്ന കാർട്ടയിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. ഇത്രയും വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ പ്ലാന്റജൻ ഡൈനാസ്റ്റിയിലെ മറ്റൊരു രാജാവാണ് ഹെൻറി തേർഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റ് ഫോം ചെയ്യുന്നത്, സിമോൺ ദെ മോൺഫോർട്ട് എന്ന് പറയുന്നത്. ചില മെറ്റീരിയലിൽ ഹെൻറി വണ്ണിൻ്റെ കാര്യം പറയുന്നു. അദ്ദേഹം ഒരു നോർമൻ രാജാവാണ്. ഹെൻറി തേർഡിൻ്റെ കാലത്താണ് ഇംഗ്ലണ്ടിൽ റിയൽ ആയിട്ടുള്ള ഒരു പാർലമെൻറ്റ് ഫോം ചെയ്യുന്നത്. ഇനി എഡ്വേർഡ് തേർഡാണ് മറ്റൊരു ഭരണാധികാരി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്ലാന്റജൻ ഡൈനാസ്റ്റിയിൽ. എഡ്വേർഡ് തേർഡ് എന്ന് പറയുന്നത് 100 years വാർ, അതായത് ശതവത്സര യുദ്ധം ഫ്രാൻസിൽ നടക്കുന്ന സമയത്തെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് എഡ്വേർഡ് തേർഡ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ഭരണകാലഘട്ടത്തിൽ അല്ലെങ്കിൽ 100 years വാർ നടക്കുന്ന സമയത്താണ് ജോൻ ഓഫ് ആർക്ക് ഇൻസിഡൻറ്റ് നടക്കുന്നത്. അത് എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. അതായത് ശതവത്സര യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ 100 years വാർ നടക്കുന്ന സമയത്ത് ഫ്രാൻസിലെ ഓർലൈൻസ് എന്ന നഗരത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്ന ബാലികയാണ് ജോൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. ജോൻ ഓഫ് ആർക്കിനെ മെയ്ഡ് ഓഫ് ഓർലൈൻസ് എന്നും അറിയപ്പെടുന്നു. 1431 ജോൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ജീവനോടെ അഗ്നിക്ക് ഇരയാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജോൻ ഓഫ് ആർക്കിനെ വിശുദ്ധയായിട്ട് പിൽക്കാലത്ത് പ്രഖ്യാപിച്ചു. അത് 1920 മെയ് 16 ജോൻ ഓഫ് ആർക്കിനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ ജോൻ ഓഫ് ആർക്കിൻ്റെ ഇൻസിഡൻറ്റ്, 100 years വാർ, ഇതൊക്കെ നടക്കുന്നത് എഡ്വേർഡ് തേർഡിൻ്റെ സമയത്താണ്. എഡ്വേർഡ് തേർഡിന് ശേഷം പിന്നീട് എഡ്വേർഡ് വുഡ്സ്റ്റോക്ക് എന്ന ഒരു ഭരണാധികാരി വരുന്നുണ്ട്. ഇദ്ദേഹത്തെ ബ്ലാക്ക് പ്രിൻസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് പ്രിൻസ് എന്ന് ഇദ്ദേഹത്തെ അറിയപ്പെടാനുള്ള കാരണങ്ങൾ പലതാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നിറത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ പറയുന്നതെന്നും, മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹം യുദ്ധത്തിന് പോകുന്ന സമയത്ത് കറുത്ത പടച്ചട്ടയാണ് എപ്പോഴും ധരിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ബ്ലാക്ക് പ്രിൻസ് എന്ന് വിളിക്കുന്നതെന്നുമാണ്. അപ്പോൾ എഡ്വേർഡ് വുഡ്സ്റ്റോക്കാണ് ബ്ലാക്ക് പ്രിൻസ് എന്ന് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് പ്ലാന്റജൻ ഡൈനാസ്റ്റി അവസാനത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പ്ലാന്റജൻ ഭരണവംശം അവസാനിക്കുന്നത് എങ്ങനെയാണ്? പ്ലാന്റജൻ ഡൈനാസ്റ്റിയിൽ തന്നെ പല ഡിവിഷൻസ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹൗസ് ഓഫ് ലെങ്കാസ്റ്റർ അല്ലെങ്കിൽ റെഡ് റോസ്
റോസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹൗസ് ഓഫ് യോർക്ക് അല്ലെങ്കിൽ വൈറ്റ് റോസ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റജൻ ഡൈനാസ്റ്റിയുടെ അണ്ടറിലുള്ള ഇത്തരത്തിലുള്ള ഡിവിഷനുകൾ തമ്മിൽ പരസ്പരം കലഹിച്ചിട്ടുണ്ടായിരുന്നു. ലെങ്കാസ്റ്ററും യോർക്കും തമ്മിലും ഇത്തരത്തിലുള്ള കലഹങ്ങൾ നടന്നു. പ്ലാന്റജൻ ഡൈനാസ്റ്റിയുടെ അണ്ടറിൽ ഇത്തരത്തിൽ നിരവധി കലഹങ്ങൾ നടന്നിട്ടുണ്ട് ഈ വിഭാഗങ്ങളൊക്കെ തമ്മിൽ. അതിനെയെല്ലാം നമ്മൾ പൊതുവെ പറയുന്നത് റോസ് യുദ്ധങ്ങൾ എന്നാണ്. ആ റോസ് യുദ്ധങ്ങളിൽപ്പെട്ട ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബോസ്വർത്ത് എന്ന് പറയുന്നത്. ബാറ്റിൽ ഓഫ് ബോസ്വർത്ത് ആണ് പ്ലാന്റജൻ ഡൈനാസ്റ്റിയുടെ തകർച്ചയ്ക്ക് കാരണമായത്. അതായത് ഹൗസ് ഓഫ് ലെങ്കാസ്റ്ററിൻ്റെ ഭാഗത്ത് ഹെൻറി സെവനും ഹൗസ് ഓഫ് യോർക്കിൻ്റെ ഭാഗത്ത് റിച്ചാർഡ് തേർഡും നിന്നാണ് പോരാടിയത്. അവസാന വിജയം കൈവരിച്ചത് ഹെൻറി സെവനാണ്. ഈ ഹെൻറി സെവൻ എന്ന് പറയുന്നത് നേരിട്ട് പ്ലാന്റജൻ ഡൈനാസ്റ്റിയിൽ വരുന്ന ആളല്ല. ഇദ്ദേഹത്തിൻ്റെ ലീനിയേജിന് അങ്ങനൊരു ബന്ധമുണ്ട് എന്നുള്ളത് മാത്രം. ഈ ഹെൻറി സെവൻ പിന്നീട് രൂപീകരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ട്യൂഡർ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു പ്ലാന്റജൻ ഡൈനാസ്റ്റി എൻഡ് ചെയ്തതോടുകൂടി ഇവിടുത്തെ മെഡീവൽ ഇംഗ്ലണ്ടിന് അവസാനമാവുകയും ബിഗിനിങ് ഓഫ് മോഡേൺ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ആധുനിക ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം തുടങ്ങുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്ലാന്റജൻ ഡൈനാസ്റ്റിയിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്തു തരാം. ഒന്ന് ഏതായിരുന്നു? മാഗ്ന കാർട്ട ഓർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1215 ജൂൺ 15. പിന്നീട് അൺപോപ്പുലർ കിങ് ജോൺ, ഫൗണ്ടർ ഹെൻറി സെക്കൻഡ് ആണ് എന്ന് പറഞ്ഞു. പിന്നീട് പാർലമെൻറ്റ് സിമോൺ ദെ മോൺഫോർട്ട് ഹെൻറി തേർഡ് ആണ്. എഡ്വേർഡ് തേർഡിൻ്റെ സമയത്താണ് 100 years ഓഫ് വാറും ജോൺ ഓഫ് ആർക്ക് ഇൻസിഡൻറ്റും നടക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. പിന്നീട് ഇവിടെ നടന്ന ബാറ്റിൽ ഓഫ് ബോസ്വർത്ത്, റിച്ചാർഡ് തേർഡിനെ ഹെൻറി സെവൻ തോൽപ്പിക്കുന്നു. ഹെൻറി സെവൻ എന്ത് രൂപീകരിക്കുന്നു? ട്യൂഡർ ഡൈനാസ്റ്റി തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് ട്യൂഡർ ഡൈനാസ്റ്റിയെ മനസ്സിലാക്കാം. ട്യൂഡർ ഡൈനാസ്റ്റി ഏകദേശം 100 വർഷത്തിന് മുകളിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഹെൻറി സെവനാണ് അത് ഫൗണ്ട് ചെയ്യുന്നത്, ട്യൂഡർ ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിച്ചത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട രാജാവാണ് ഹെൻറി 8 എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആവുകയും ഫേമസ് ആവുകയും ട്യൂഡർ രാജവംശത്തിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് രൂപീകരിക്കുന്നു, ആക്ട് ഓഫ് സുപ്രീമസി കൊണ്ടുവരുന്നു, സെപ്പറേറ്റ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആണ്, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഫ്രം കാത്തലിക് ചർച്ച്. ഇതെന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്തു തരാം. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇദ്ദേഹം രൂപീകരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ അതിലേക്കൊക്കെ നയിച്ച ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കഥ പോലെ കേട്ടിരുന്നാൽ മതി. അതായത് ഹെൻറി 8 ആൺമക്കൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരമ്പര നിലനിർത്തേണ്ടത് ആവശ്യമായിരുന്നു. അപ്പം ഇദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ ഭാര്യ, അതായത് നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്ത് മറ്റൊരാളെ വിവാഹം കഴിക്കാം എന്നുള്ളതായിരുന്നു. അങ്ങനെ വിവാഹം കഴിച്ച് അതിൽ നിന്ന് ആൺകുട്ടി പിറക്കുകയും തൻ്റെ പരമ്പര നിലനിർത്താൻ പറ്റുമെന്നുമാണ് ഹെൻറി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ആ ഒരു സമയത്ത് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്നത് പോപ്പാണല്ലോ. പോപ്പ് ഇത് അംഗീകരിച്ചു കൊടുത്തില്ല. ഇത് ആർക്കിഷ്ടപ്പെട്ടില്ല? ഹെൻറി 8 ഇഷ്ടപ്പെട്ടില്ല. ഹെൻറി 8 ഇത് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ പുള്ളിക്കാരൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഫോം ചെയ്യുന്നു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഫോം ചെയ്തിട്ട് ആക്ട് ഓഫ് സുപ്രീമസി കൊണ്ടുവരികയാണ്. അതായത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പരമാധികാരി ഇനി മുതൽ കിങ് ആണ്, പോപ്പല്ല. അതായത് ഇദ്ദേഹം പോപ്പിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. വിശ്വസിക്കാഞ്ഞതിൻ്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ പൊതുവെയുള്ള കത്തോലിക് ചർച്ചിൻ്റെ രീതിയിൽ നിന്നും ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ അദ്ദേഹം സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. പൊതുവെയുള്ള കത്തോലിക് ചർച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ പരമോന്നത സ്ഥാനത്ത് വരുന്നത് ആരാണ്? പോപ്പാണ്. എന്നാൽ സെപ്പറേറ്റ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ആരാണ്? രാജാവാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിനുശേഷം ഭരണാധികാരിയായിട്ട് വരുന്നത് മേരി 1 അല്ലെങ്കിൽ ബ്ലഡി മേരി എന്നുള്ളതാണ്. ബ്ലഡി മേരി എന്ന് പറയുന്നത് പഴയ തരത്തിലുള്ള ശരിക്കുമുള്ള പോപ്പ് പരമാധികാരിയായിട്ട് വരുന്ന കത്തോലിക്കിസം റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റൻസിനെയൊക്കെ തന്നെ ചൂഷണം ചെയ്യുകയും അവരിൽ പലരെയും കൊന്നുകളയുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഇവരെ ബ്ലഡി മേരി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലഡി മേരി ട്യൂഡർ ഡൈനാസ്റ്റിയുടെ അണ്ടറിലാണ് വരുന്നത്. ഹെൻറി 8 ട്യൂഡർ ഡൈനാസ്റ്റിയുടെ അണ്ടറിലാണ് വരുന്നത്. ഹെൻറി 7 ആണിത് ഫൗണ്ട് ചെയ്യുന്നത് എന്നും കൂടി ഓർത്തിരിക്കുക. പിന്നീട് നമ്മുടെ എലിസബത്ത് രാജ്ഞി വരികയാണ്. എലിസബത്ത് രാജ്ഞി വന്നപ്പോൾ വീണ്ടും പ്രൊട്ടസ്റ്റന്റിനിസം ഇവിടെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്തെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നതും വ്യാപാരം നടത്താൻ അനുമതിയൊക്കെ കൊടുക്കുന്നതും ഈ എലിസബത്ത് രാജ്ഞിയാണ്. ഇനി ഈ ഒരു എലിസബത്ത് രാജ്ഞിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ഗോൾഡൻ ഏജ് ഓഫ് ലിറ്ററേച്ചറാണ്. ഉദാഹരണമാണ് ഷേക്സ്പിയറിൻ്റെയൊക്കെ ഒരു സമയം അല്ലെങ്കിൽ സമയമെന്ന് പറയുന്നത്. ഇനിയും കൊളോണിയൽ
കാത്തലിസത്തെ സപ്പോർട്ട് ചെയ്തു. വിവിധ രാജ്യങ്ങളിലേക്ക് പോകാനും അവയൊക്കെ പിടിച്ചടക്കാനുമുള്ള ഒരു പിന്തുണ എലിസബത്ത് രാജ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സീ വോയേജിനെ സപ്പോർട്ട് ചെയ്തു. അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെ. അതിന് എക്സാമ്പിളാണ് സർ ഫ്രാൻസിസ് ഡ്രേക്കിന് പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് സ്പാനിഷ് അർമേഡയെ ഡിഫീറ്റ് ചെയ്യുന്നു. എന്താണ് സ്പാനിഷ് അർമേഡ? അതൊരു ഫ്ലീറ്റ് ഓഫ് ഷിപ്പാണ്. അതായത് സ്പാനിഷുകാർ അറിയുകയാണ് എന്താണ് എലിസബത്ത് രാജ്ഞി പ്രൊട്ടസ്റ്റന്റിനിസമാണ് ഇവിടെ ഇംഗ്ലണ്ടിൽ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. സ്പാനിഷിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിൽ കാത്തോലിസം തന്നെ ഭരണമായിരുന്നു. അപ്പോൾ എലിസബത്ത് രാജ്ഞിയെ പുറത്താക്കി കാത്തോലിസം വീണ്ടും റീപ്ലേസ് ചെയ്യാനും വേണ്ടിയിട്ട് സ്പാനിഷുകാർ അയച്ചതാണ് സ്പാനിഷ് അർമേഡ. ഫ്ലീറ്റ് ഓഫ് ഷിപ്സിനെ അയക്കുന്നു. പക്ഷേ എലിസബത്ത് രാജ്ഞി ഇവരുമായിട്ട് പോരാടി അതിൽ വിജയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിനെ ഒരു സ്ട്രോങ് നാവിക ശക്തിയാക്കി മാറ്റുന്നത് എലിസബത്ത് രാജ്ഞിയാണ്. എലിസബത്ത് രാജ്ഞി വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരമ്പര പിന്തുടരാൻ പിന്നീട് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് അടുത്തതായി അധികാരത്തിൽ എത്തുന്നത് ജെയിംസ് ആണ്. ഈ ജെയിംസ് എന്ന് പറയുന്നത് എലിസബത്തിന്റെ അടുത്ത തന്നെ ബന്ധത്തിൽ നിന്ന് വരുന്ന ഒരാളായിരുന്നു. അങ്ങനെയാണ് ജെയിംസ് വണ്ണിനെ തിരഞ്ഞെടുക്കുന്നത്. ജെയിംസ് വണ്ണിന്റെ കാലഘട്ടമാണ് 1603 മുതൽ 1625 വരെ. സ്റ്റുവർട്ട് എറ ഓർത്തിരിക്കുമ്പോൾ നമ്മളുടെ ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ടും കൂടെ കണക്ട് ചെയ്താൽ ആ ഒരു കാലഘട്ടം ഏതാണെന്നൊരു പിക്ചർ നമുക്ക് കിട്ടും. അതായത് 1600 ഇവിടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാര്യവുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ നമുക്ക് ആ ഒരു പിക്ചർ കിട്ടും. ഓക്കെ, നമുക്ക് സ്റ്റുവർട്ട് എറയിലോട്ട് പോകാം. ഇംഗ്ലണ്ടിലെ ആദ്യത്തെ സ്റ്റുവർട്ട് രാജാവാണ് ജെയിംസ് വണ്ണ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഡിവൈൻ റൈറ്റ് ഓഫ് കിൻഷിപ്പിന്റെ വിശ്വാസിയായിരുന്നു വലിയ തരത്തിൽ. ഈ ഒരു കാലഘട്ടത്തിൽ പാർലമെന്റും രാജാധികാരവും തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു ഇദ്ദേഹം രാജാധികാരം ദൈവദത്തമാണ് എന്നുള്ള ഒരു കാര്യത്തിൽ വലിയ വിശ്വാസിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർലമെന്റുമായിട്ട് വലിയ സംഘർഷം വന്നു എന്നും പറഞ്ഞു. 1611 മുതൽ 1622 വരെ ഇദ്ദേഹം പാർലമെന്റ് ഡിസോൾവ് ചെയ്ത് വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആംഗ്ലിക്കൻ ചർച്ചിനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ടാക്സസ് കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുകയും ചെയ്തു. അതായത് ഫിനാൻഷ്യൽ പ്രശ്നവും വന്നു, ടാക്സും കൂടുതലാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ജനങ്ങൾ വലയുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ബൈബിള് ജെയിംസ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിങ്സ് ജെയിംസ് ബൈബിൾ. അത് ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതുകൂടി ഓർത്തിരിക്കുക. ഇനിയും ഈ ഒരു സമയത്തെ ഉണ്ടായ ഒരു ക്ലാഷാണ് കത്തോലിക്സുമായിട്ട്. ഞാൻ പറഞ്ഞു ഇദ്ദേഹം ആംഗ്ലിക്കൻ ചർച്ചിനെയാണ് അല്ലെങ്കിൽ അതാണ് ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ കത്തോലിക്സ് ജെയിംസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കത്തോലിക്കരോട് ഒരു നല്ല പെരുമാറ്റവും നല്ല രീതികളും ഒക്കെ ആയിരുന്നു ജെയിംസിന് ഉണ്ടായിരുന്നത്. ക്രമേണ ഇത് പയ്യെ മാറാനും ഇവരുടെ മുകളിൽ കുറേ നികുതികൾ അല്ലെങ്കിൽ ഇവരുടെ മുകളിലേക്ക് കുറേ ആക്റ്റുകളൊക്കെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രമേണ കത്തോലിക്സിന് ഫേവറബിൾ അല്ലാത്ത കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഉണ്ടായ ഇൻസിഡൻ്റാണ് ഗൺ പൗഡർ പ്ലോട്ട് ഇൻസിഡൻറ്റ് 1605. എന്താണ് ഗൺ പൗഡർ പ്ലോട്ട് ഇൻസിഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു കത്തോലിക്സും ജെയിംസും പിന്നീട് പരസ്പരം സംഘർഷങ്ങളിലേക്ക് പോവുകയും കത്തോലിക്സിനെ ജെയിംസിനെ ഇഷ്ടമല്ലാതാവുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ജെയിംസിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ ജെയിംസിനെയും കൊല്ലണം, പാർലമെൻറ്റ് കത്തിക്കുകയും അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇല്ലാതാക്കുകയും ചെയ്യണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നടത്തിയ അറ്റംപ്റ്റാണ് ഗൺ പൗഡർ പ്ലോട്ട് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഫെയിൽഡ് അറ്റംപ്റ്റാണ് കത്തോലിക് കോൺസ്പിരേറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് നയിച്ചിട്ടുണ്ടായിരുന്നത് ഗൈ ഫോക്കസ് ആണ്. ഫവാക്കസ് എന്നാണോ പ്രൊനൗൺസ് ചെയ്യുന്നത്, ഫോക്കസ് എന്നാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും ഗൈ ഫോക്കസ് എന്നാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹമാണിത് നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇവർ പരാജയപ്പെട്ടു എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഗൺ പൗഡർ പ്ലോട്ട് ഇൻസിഡൻറ്റ് ആരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റുവർട്ട് രാജാവായ ജെയിംസ് വണ്ണുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തിരിക്കുക. 1605. ഞാനിത് ഇതുവരെ എവിടെയും പറഞ്ഞു കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ മെൻഷൻ ചെയ്തതാണ്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ജെയിംസ് വണ്ണ് സ്റ്റുവർട്ട് എറയിൽ അതായത് ട്യൂഡർ രാജവംശത്തിലെ എലിസബത്ത് രാജ്ഞിയുടെ മരണശേഷം ജെയിംസ് വണ്ണ് സ്റ്റുവർട്ട് എറ ആരംഭിക്കുകയും ജെയിംസ് വണ്ണ് അധികാരത്തിൽ വരികയും ചെയ്യുന്നു. അദ്ദേഹം ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സിൻ്റെ അല്ലെങ്കിൽ രാജാധികാരം അല്ലെങ്കിൽ രാജാവ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് എന്നുള്ള തത്വത്തിലൊക്കെ വിശ്വസിക്കുന്നു. പാർലമെൻറ്റുമായിട്ടുള്ള മേജർ കോൺഫ്ലിക്റ്റ് വരുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് പാർലമെൻറ്റ് ഇദ്ദേഹം പിരിച്ചുവിടുന്നുണ്ട്. ഇനിയും ആംഗ്ലിക്കൻ ചർച്ചിനെ സപ്പോർട്ട് ചെയ്തു. ഇത് കത്തോലിക്സുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാരണമായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ കത്തോലിക്
കാത്തോലിക്സ് അപ്പോൾ ഈ ജെയിംസിനോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ട് ഗൺ പൗഡർ പ്ലോട്ട് ഇൻസിഡൻറ്റ് ആരംഭിക്കുന്നു. അതായത് ജെയിംസിനെ കൊല്ലാനും പാർലമെൻറ്റ് ഇല്ലാതാക്കാനുമുള്ള ശ്രമം നടത്തിയിരുന്നു. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് നടന്നിട്ടുണ്ടായിരുന്നു. ടാക്സുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇത് കൂടുതൽ ക്ലാഷിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് പാർലമെൻറ്റിൻ്റെ അനുമതിയൊന്നും തേടാതാണ് ഈ ടാക്സും കാര്യങ്ങളും എല്ലാം നടത്തിയത്. അതുകൊണ്ടാണ് കൂടുതൽ ക്ലാഷ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ രാജാവാണ് എല്ലാം പരമമായിട്ടുള്ള അധികാരം എന്നൊക്കെ പറഞ്ഞപ്പോഴുമാണ് തർക്കം വന്നിട്ടുള്ളത്. പിന്നെ ലാവിഷായിട്ടുള്ള ലൈഫുമായിരുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനിയുമാണ് ചാൾസ് വണ്ണിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ചാൾസ് വണ്ണിൻ്റെ സമയത്താണ് എന്ത് നടക്കുന്നത്? ഇംഗ്ലീഷ് സിവിൽ വാർ നടക്കുന്നത്. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപത്തിൻ്റെ സമയത്തെ രാജാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സ്റ്റുവർട്ട് രാജാവായിട്ടുള്ള ചാൾസ് വൺ ആണ്. 1625 മുതൽ 1649 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹവും ജെയിംസിനെ പോലെ ഡിവൈൻ റൈറ്റ് റൂളിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം ഒരു കാത്തോലിക് രാജ്ഞിയെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റൻറ്റിൻ്റെ ഇടയിൽ ഒരു ഭീതി വളർത്താൻ തുടങ്ങി. ഇനിയും വീണ്ടും കാത്തോലിക് ഭരണം തന്നെ വീണ്ടും ഇവിടേക്ക് വരുമോ എന്നുള്ള ഭയം വരാൻ തുടങ്ങി. ഇതുകൂടാതെ ഇദ്ദേഹം കുറേ ടാക്സ് കൊണ്ടുവന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഷിപ്പ് മണി ടാക്സ് എന്ന് പറയുന്നൊരു സംഭവം. അതായത് ഇത് മുമ്പ് പോർട്ടിൽ ഉള്ള ആ ഒരു പോർട്ടിൻ്റെ ഭാഗത്ത് ഉള്ള ആളുകളിൽ നിന്നാണ് ചുമത്തിയിട്ടുണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ഇത് മൊത്തത്തിൽ വ്യാപകമാക്കി എല്ലായിടത്തേക്കും എല്ലാവർക്കും ഇത് ബാധകമാക്കാൻ തുടങ്ങി. അതായത് തുറമുഖത്തിൻ്റെ അടുത്തുള്ള പട്ടണങ്ങളിൽ നിന്നും പിരിച്ചുകൊണ്ടിരുന്ന ടാക്സ് പിന്നീട് രാജ്യത്തെ എല്ലാവരിലേക്കും ഇത് കൊണ്ടുവരികയാണ്. അതും പാർലമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ. ഇത് രാജാവിനോടുള്ള ഒരു അതൃപ്തിക്ക് കാരണമാകുകയും വീണ്ടും പാർലമെൻറ്റും രാജാവും തമ്മിലുള്ള തർക്കത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് ചർച്ചുകളൊക്കെ കൂടുതൽ കത്തോലിക് സ്റ്റൈലിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. അതും പ്രൊട്ടസ്റ്റൻസിന് ഭയമുണ്ടാക്കുന്നതിന് ഒരു കാരണമായി. പിന്നീട് ഇത് കൂടാതെ പാർലമെൻറ്റ് ഡിസോൾവ് ചെയ്ത് വിടുന്നുണ്ട്. അത് പിന്നീടാണ് കേട്ടോ, അത് ഞാൻ പറയാം. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് യുദ്ധങ്ങൾ ഒക്കെ ചെറിയ യുദ്ധങ്ങളിലേക്കൊക്കെ വലിച്ചഴിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് വരുന്നത്. പെറ്റീഷൻ ഓഫ് റൈറ്റിൻ്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് ദി പവർ ഓഫ് കിങ്, രാജാവിൻ്റെ അധികാരത്തെ പരിമിതപ്പെടുത്തണം. നോ ടാക്സേഷൻ വിത്തൗട്ട് പാർലമെൻറ്റ് കൺസെൻറ്റ്. ഇവിടെ തെറ്റിപ്പോകരുത്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് അമേരിക്കൻ റെവല്യൂഷൻ്റെ മുദ്രാവാക്യമാണ്. ഷുഗർ ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് ഷുഗർ ആക്ട് കോൺഗ്രസ് കൂടിയിട്ട് നടത്തുന്നത്. ഇത് മുദ്രാവാക്യമൊന്നുമല്ല, ഇതൊരു പോയിൻ്റാണ്. നോ ടാക്സേഷൻ വിത്തൗട്ട് പാർലമെൻറ്റ് കൺസെൻറ്റ്. പാർലമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ നികുതികളൊന്നും തന്നെ ചുമത്താൻ പാടില്ല എന്നുള്ളത് ഇവിടെ നമ്മളൊരു പോയിൻ്റായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നുള്ള അമേരിക്കൻ മുദ്രാവാക്യവുമായിട്ട് ഇതിനെ കൂടിക്കുഴഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇനി കാരണമില്ലാതെ ആരെയും തടങ്കലിലാക്കാൻ പാടില്ല. നോ മാർഷ്യൽ ലോ ഇൻ പീസ് ടൈം. സമാധാന സമയത്ത് പട്ടാള നിയമങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ബേസിക് സിവിൽ ലിബർട്ടീസിനെയൊക്കെ തന്നെ മാനിക്കണം. 1628 ജൂൺ 7 ഒഫീഷ്യലി ചാൾസ് വണ്ണ് ഇതിൽ സൈൻ ചെയ്തു. 1628 ജൂൺ 7. മറ്റേതെപ്പോഴായിരുന്നു? മാഗ്ന കാർട്ട ഓർക്കുന്നുണ്ടോ? 1215 ജൂൺ 15 ഇത് 1628 ജൂൺ 7 28 ജൂൺ 7 ഒഫീഷ്യലി ഇതിൽ സൈൻ ചെയ്യുന്നു. ചാൾസ് ഫസ്റ്റ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ സൈൻ ചെയ്യുന്നു. എഡ്വേർഡ് കോക്ക് ആണ് നമ്മുടെ ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇനിയുമാണ് ട്വിസ്റ്റ്. ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ചാൾസ് വണ്ണ് പറഞ്ഞു, ശരി മക്കളെ, എല്ലാം ഞാൻ കേൾക്കാം, എല്ലാം ഞാൻ അനുസരിക്കാം. എല്ലാം കഴിഞ്ഞ് സമ്മതിച്ച് ഒപ്പം വെച്ചതിന് ശേഷം ചാൾസ് വണ്ണ് 1629 പാർലമെൻറ്റ് പിരിച്ചുവിടുന്നു. പിന്നെ അതായത് 1629 മുതൽ 1640 വരെയുള്ള 11 വർഷക്കാലം പാർലമെൻറ്റ് ഇല്ലാതെയുള്ള ഭരണം നടന്നു. അതായത് ഇതിനെ 11 ഇയർ ടിറണി എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നീട് 1640 ആയപ്പോഴത്തേക്ക് സ്കോട്ടിഷ് വാർ നടത്തേണ്ടത് ആവശ്യമായിട്ട് വന്നു. ഖജനാവ് കാലിയായി. ആ സമയത്ത് വീണ്ടും പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുകയും ചെയ്യുന്നു. അങ്ങനെ 1640 വിളിച്ചു കൂട്ടിയ പാർലമെൻറ്റാണ് ലോങ് പാർലമെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. അത് 1640 മുതൽ 1660 വരെ തുടരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1640 ഏപ്രിലാണ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുന്നത്. അപ്പോൾ ലോങ് പാർലമെൻറ്റിലേക്കും 11 ഇയർ ടിറണി എന്ന് പറയുന്നത് എന്താണ്? പാർലമെൻറ്റ് ഡിസോൾവ് ചെയ്തതാണ്. 1629 ചാൾസ് എന്ത് ചെയ്തു? പാർലമെൻറ്റ് പിരിച്ചുവിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ടേക്ക്
നോക്കാം. 1628 എല്ലാം ജൂൺ 7 ഒപ്പുവെച്ചു. 1629 എന്താണ് ചെയ്യുന്നത്, പാർലമെൻറ്റ് എന്നിട്ട് പിരിച്ചുവിട്ടു. എത്ര വർഷത്തേക്ക്? 11 വർഷത്തേക്ക്. 29 ഓർത്തിരുന്നാൽ മതി, 11 വർഷത്തേക്കാന്ന് പറയുമ്പോൾ പിന്നെ കിട്ടിക്കോളുമല്ലോ. സ്കോട്ടിഷ് വാറിൽ യുദ്ധം ചെയ്യാൻ പണം ആവശ്യമായി വന്നപ്പോൾ പിന്നെയും പാർലമെൻറ്റ് വിളിച്ചുകൂട്ടി. ആ വിളിച്ചുകൂട്ടിയ പാർലമെൻറ്റാണ് ലോങ് പാർലമെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു സമയത്ത്, ഈ ഒരു അവസരം മുതലെടുത്ത് പാർലമെൻറ്റിലുള്ള ആളുകൾ വീണ്ടും പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ പറയുന്നു, പാർലമെൻറ്റ് എന്താണ് ഹ്യൂജ് റിഫോംസ് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. ഒന്ന്, പാർലമെൻ്റ് ആയിരിക്കും ഇനി സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്. ഇവിടെയുള്ള റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അബോളിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഒരു ട്രൈനിയൽ ആക്ട് കൊണ്ടുവരികയാണ് 1941. 40 ലോങ് പാർലമെൻറ്റ് വിളിക്കുന്നു. 41 ത്രിവത്സര നിയമം കൊണ്ടുവരുന്നു. അതായത് പാർലമെൻറ്റ് മസ്റ്റ് ബി കോൾഡ് അറ്റ്ലീസ്റ്റ് വൺസ് എവരി 3 ഇയർ. 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും പാർലമെൻറ്റ് നിർബന്ധമായിട്ട് കൂടിയിരിക്കണം എന്ന് പറയുന്നതാണ് ട്രൈനിയൽ ആക്ട് എന്ന് പറയുന്നത്. ഇനി ഇത് ചാൾസ് വണ്ണും പാർലമെൻറ്റും തമ്മിലുള്ള ടെൻഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രാജാവിൻ്റെ പക്ഷത്ത് നിന്ന് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിങ്സ് പാർട്ടി ഉദയം ചെയ്യുന്നു പാർലമെൻറ്റിനകത്ത് തന്നെ. ഈ ഒരു സാഹചര്യത്തിൽ ജോൺ പിം എന്ന ആൾ പാർലമെൻറ്റേറിയൻ ആയിട്ടുണ്ടായിരുന്നു. പാർലമെൻറ്റിൻ്റെ സൈഡിലുള്ള ജോൺ പിം ഗ്രാൻഡ് റെമോൺസ്ട്രൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിക്ലറേഷൻ, ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവരികയാണ്. ഗ്രാൻഡ് റെമോൺസ്ട്രൻസ് 1641. ഇതിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിങ്ങിൻ്റെ ഭരണാധികാരത്തിലുള്ള അല്ലെങ്കിൽ കിങ്ങിൻ്റെ പവറിന്, അഡ്മിനിസ്ട്രേഷനിലുള്ള കിങ്ങിൻ്റെ രാജാവിൻ്റെ അധികാരം എന്ന് പറയുന്നത് പരിമിതപ്പെടണം. ഇനി ഗവൺമെൻറ്റിലുള്ള കാത്തോലിക് ഇൻഫ്ലുവൻസ് കുറയ്ക്കണം അല്ലെങ്കിൽ നിർത്തണം. പാർലമെൻറ്റ് ഷുഡ് കൺട്രോൾ മിനിസ്റ്റേഴ്സ് ഓഫ് ദി കിങ്. അവരുടെ മന്ത്രിസഭയും പാർലമെൻറ്റ് നിയന്ത്രിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഇങ്ങോട്ടേക്ക് ഒന്ന് നോക്കുക. ചാൾസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് ടാക്സേഷൻ കൊണ്ടുവന്നു. ഡിവൈൻ റൈറ്റ് ഓഫ് കിൻഷിപ്പ്, കാത്തോലിക് സ്റ്റൈലിലുള്ള റിലീജിയനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തപ്പോൾ പ്രൊട്ടസ്റ്റൻസിൻ്റെ എതിർപ്പ് വന്നു. ഷിപ്പ് മണി ടാക്സ് പോലുള്ളവ വന്നു. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഇദ്ദേഹത്തെ 1628 സൈൻ ചെയ്യിക്കുകയും ചെയ്തു. അതിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അനുവാദമില്ലാതെ ടാക്സേഷൻ കൊണ്ടുവരരുത്, ആളുകളെ വെറുതെ തടങ്കലിലാക്കരുത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നു. ജൂൺ 7 ഒഫീഷ്യലി സൈൻ ചെയ്യുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ പാർലമെൻറ്റ് പിരിച്ചുവിടുന്നു 11 വർഷത്തേക്ക്, 29 മുതൽ 640 വരെ. അതിനുശേഷം സ്കോട്ടിഷ് വാറിലും പണം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പാർലമെൻറ്റ് റീകോൾ ചെയ്യുന്നു. അതാണ് ലോങ് പാർലമെൻറ്റ് 1640 മുതൽ 1660 വരെ. ലോങ് പാർലമെൻറ്റിൻ്റെ സമയത്ത് കുറച്ചധികം റിഫോം കൊണ്ടുവരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ ട്രൈനിയൽ ആക്ട് അല്ലെങ്കിൽ ത്രിവത്സര നിയമം. പിന്നീട് റിലീജിയസ് സ്ഥാപനങ്ങളെ അബോളിഷ് ചെയ്യുന്നത്. പാർലമെൻറ്റ് ആയിരിക്കും ഇവിടുത്തെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്. ഇത് ചാൾസും പാർലമെൻറ്റും തമ്മിലുള്ള കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിതെളിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർലമെൻറ്റിനകത്ത് തന്നെ രാജാവിനെ സപ്പോർട്ട് ചെയ്യാൻ കിങ്സ് പാർട്ടി ഉദയം ചെയ്യുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ജോൺ പിം എന്ന പാർലമെൻറ്റേറിയനായിട്ടുണ്ടായിരുന്ന ആൾ ഗ്രാൻഡ് റെമോൺസ്ട്രൻസ് കൊണ്ടുവരുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് രാജാവിൻ്റെ അധികാരം പരിമിതപ്പെടുത്തണമെന്നും കത്തോലിക് ഇൻഫ്ലുവൻസ് സ്റ്റോപ്പ് ചെയ്യണമെന്നും പാർലമെൻ്റ് ആയിരിക്കണം രാജാവിനെയും മിനിസ്റ്റേഴ്സ് ഓഫ് ദി കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതെന്നും. ചാൾസ് ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ജോൺ പിമ്മിൻ്റെ ഗ്രാൻഡ് റെമോൺസ്ട്രൻസ് അംഗീകരിക്കാൻ ആര് തയ്യാറായില്ല? ചാൾസ് തയ്യാറായില്ല. മാത്രമല്ല, ചാൾസ് പിമ്മിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഇത് പാർലമെൻറ്റേറിയൻസിനെയൊക്കെ തന്നെ ട്രിഗർ ചെയ്യുകയും സിവിൽ വാറിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെ ജനുവരി 4, 1642 സിവിൽ വാർ തുടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചാൾസും പാർലമെൻറ്റും തമ്മിലുള്ള ഈ ഒരു ക്ലാഷാണ് സിവിൽ വാറിന് കാരണമായത്. ഇതൊരു വലിയ തുറന്ന വാറിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഭാഗം ഞാൻ അടുത്ത പാർട്ടായിട്ട് എടുക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ